ഹലോ, ഇന്ന് നമുക്ക് മടിയന്മാരുടെ പുട്ടുണ്ടാക്കി നോക്കിയാലോ. മടിയന്മാരുടെ പുട്ടെന്ന് വെച്ചാൽ ചില സമയത്ത് നമുക്ക് ഒരു മടിയൊക്കെ തോന്നത്തില്ലേ. അതായത് ഇപ്പോൾ ദോശയാണെങ്കിലും പുട്ടാണെങ്കിലൊക്കെ അങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ ഉണ്ടാക്കി വരുമ്പോൾ, പുട്ടാണെങ്കിൽ ഓരോന്നല്ല എന്നാൽ പോലും കുറ്റിയിൽ നിറച്ച് തട്ടി അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കൊരു മടി തോന്നത്തില്ലേ. അപ്പോൾ ഉണ്ടാക്കാൻ പറ്റിയൊരു പുട്ടാണ് കേട്ടോ. സംഭവം നമ്മൾ സാധാരണ ചെയ്യുന്ന പ്രോസസ്സ് തന്നെ. പൊടി നനയ്ക്കുക, കുറച്ച് വെള്ളം കൂട്ടി നനയ്ക്കുക, എന്നിട്ട് നമ്മൾ പണ്ട് മണ്ണപ്പൊക്കെ ചുട്ട് കളിച്ചിട്ടുണ്ടാവില്ലേ, അതുപോലെ എന്ത് ചെയ്യുക, ഒരു കപ്പിനകത്ത് എന്താണ് നിങ്ങളിലുള്ള പാത്രം അതിനകത്ത് വെച്ചിട്ട് ഇതുപോലെ നമ്മൾ നമ്മുടെ ഇഡ്ലിത്തട്ട് വെച്ചിട്ട് അതിനകത്ത് തേങ്ങയൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ ചെയ്യാം. ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പോലെ ഒറ്റത്തട്ടിൽ നമുക്ക് 4 പുട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ 3 പുട്ടിനുള്ള മാവ് ഞാൻ ആ കുഴച്ച സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ പൊടി. അത് ബാക്കി വന്നത് ഞാൻ ആ തട്ടിൽ തന്നെ ഇട്ട് തേങ്ങയൊക്കെ വെച്ച് അങ്ങനെ ഇട്ടുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പിന്നെ നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ അങ്ങ് ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒറ്റ സമയം കൊണ്ട് നമുക്ക് 4 പുട്ട് റെഡിയാക്കാം. അപ്പോൾ എന്താ അടിപൊളിയല്ലേ. പിന്നെ നമുക്ക് മറ്റേ അങ്ങനെ 2-3 തട്ടൊന്നും വെച്ച് ഉണ്ടാക്കാൻ പറ്റില്ല, പക്ഷെ ഒരു സമയം നമുക്ക് 4 ഉണ്ടാക്കിയെടുക്കാം. വേഗം വേഗം എടുത്ത് ഉണ്ടാക്കാം. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാൻ മടി തോന്നുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എളുപ്പമാണേ.